ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ ATM കാർഡിന് പിൻ നമ്പർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ ഫെഡറൽ ബാങ്കിൽ ATM കാർഡിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ATM കാർഡ് അവർ ബാങ്കിൽ നിന്ന് തരുന്നതാണ്. ആ ഒരു ATM കാർഡിന് ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പിൻ നമ്പർ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ ATM കാർഡിന് പിൻ നമ്പർ റീസെറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതെല്ലാം എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഫെഡറൽ ബാങ്കിൽ ഓൺലൈനായിട്ട് എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതുപോലെ ATM കാർഡ് എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാം, ഫെഡറൽ ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് എങ്ങനെയാണ് അക്കൗണ്ട് മണി ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായി നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫെഡ് മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ MPIN ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഞാനിവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ATM കാർഡിൻ്റെ പിൻ നമ്പർ സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഡെബിറ്റ് കാർഡിൻ്റെ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഡെബിറ്റ് കാർഡ് എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് പിൻ നമ്പർ മാറ്റാനാണെങ്കിലും പുതിയ പിൻ നമ്പർ സെറ്റ് ചെയ്യാനാണെങ്കിലും സെറ്റ് ന്യൂ പിൻ, ചേഞ്ച് പിൻ എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം വരുന്ന പേജിൽ നിങ്ങൾക്ക് ATM പിൻ നമ്പർ റീസെറ്റ് ചെയ്യാം. എൻ്റർ ന്യൂ ATM പിൻ നമ്പർ എന്നുള്ള ഭാഗത്ത് 4 അക്ക ATM പിൻ നമ്പർ സെറ്റ് ചെയ്യുക. റീ എൻ്റർ ന്യൂ ATM പിൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ മുകളിൽ കൊടുത്ത അതേ പിൻ നമ്പർ തന്നെ ഒന്നുകൂടി റീടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ATM കാർഡിൻ്റെ മന്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എക്സ്പയറി ഡേറ്റ് കൂടി സെലക്ട് ചെയ്യുക. ശേഷം ഏറ്റവും താഴെയായിട്ട് ചേഞ്ച് പിൻ എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ യെസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആയിട്ട് നിങ്ങളുടെ MPIN ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാനുള്ള 4 അക്ക MPIN ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പിൻ നമ്പർ സക്സസ്ഫുള്ളായി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ATM കാർഡിൻ്റെ ഓൺലൈൻ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും സാധിക്കും. അതിനായിട്ട് ആദ്യം കാണുന്ന എനേബിൾ ഡിസേബിൾ കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓൺലൈൻ ട്രാൻസാക്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു പോപ്പപ്പ് വരും, അതിൽ എസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ 4 അക്ക MPIN ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ ഓൺലൈൻ ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളായിട്ട് എനേബിൾ ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ രീതിയിൽ ഏത് ഒരു ട്രാൻസാക്ഷൻ വേണമെങ്കിലും എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും സാധിക്കുന്നതാണ്. പ്രത്യേകം ഓർമ്മിക്കേണ്ടത് നിങ്ങളുടെ MPIN മറക്കാതിരിക്കുക. അതാണ് നമുക്ക് ആവശ്യമായി വരിക. ഇനി നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ഡീഫോൾട്ട് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ രീതിയിൽ പുതിയ ATM കാർഡിന് എങ്ങനെയാണ് പിൻ നമ്പർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചത്. ഇതുപോലെ പഴയ ATM കാർഡിൻ്റെ പിൻ നമ്പറും മാറ്റാൻ സാധിക്കുന്നതാണ്. ഓൺലൈനായിട്ട് എങ്ങനെ ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതുപോലെ ATM കാർഡ് എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാം, അതുപോലെ മണി എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം, അങ്ങനെ തുടങ്ങിയ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.